ഒരു ചൂളക്ക് ഇതിന് 500 തേങ്ങനെ ചകിരി വേണം. അത്രയും വിറകും വേണം. പിന്നെ അത്രയും വൈക്കോലും വേണം. 400 എണ്ണം 350 എണ്ണം പോകും. ഒരു ചൂളയിൽ 1 2 ആയിട്ട് വെക്കാൻ പറ്റില്ല. എങ്ങനെയായാലും ഒരു 10-300 എണ്ണം വേണം. അപ്പോൾ ഒരാൾ ഒന്ന് പറഞ്ഞാലും 10 ഒരു 100 എണ്ണം പറഞ്ഞാലും അത് പെട്ടെന്നാവില്ല. എങ്ങനെയായാലും ഇപ്പം മഴ ഇല്ലെങ്കിൽ എങ്ങനെയായാലും ഒരു 20 ദിവസം പിടിക്കും. ഇപ്പോൾ ചൂളയ്ക്ക് തന്നെ ആവും 3-4 ദിവസം. പിന്നെ ഇത് ഉണ്ടാക്കി ലെവലാക്കി വരുമ്പോൾ എങ്ങനെയായാലും 20 ദിവസം പിടിക്കും. വീട്ടിൽ വന്നാൽ നമ്മൾ കൊടുക്കുന്നതാണ്. കാരണം നമുക്കിപ്പോൾ ലോങ് ഒന്നും നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ തിരൂര് കുറ്റിപ്പുറം, അതായത് പിന്നെ തുവക്കാട്, വൈരങ്കോട്, ആ വഴിക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് തിരൂര് മുതൽ കൊടുക്കാം. ഈ മണ്ണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ മണ്ണ് ഇത് കൊടക്കല്ല് മണ്ണാണ്. പിന്നെ ഇത് ഞാൻ ഒരു കിണർ കളിച്ചിട്ട്, കൊടക്കല്ലിന്ന് കിണർ കളിച്ചിട്ട് അവരെനിക്ക് തന്നതാണ്. ഈ മണ്ണ് ഇവിടെ എത്താൻ 28,000 റുപ്യ ചിലവാണ് എനിക്ക് ഈ മണ്ണ്, ഒരു ലോഡ് മണ്ണിന്. കാരണം അവരിപ്പോൾ ഈ മണ്ണിന് നല്ല വില കൂടിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഇതിൻ്റെ റിങ്ങിൻ്റെ പണി തുടങ്ങിയപ്പോൾ ഈ ചട്ടി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മണ്ണിന് വില കൂടിയിട്ടുണ്ട്. അതെന്താ ആ മണ്ണിന്റെ പ്രത്യേകത? ആ മണ്ണ് കളിമണ്ണാണ്. ഒറിജിനൽ കളിമണ്ണാണ്. പിന്നെ ഇവിടെ പിന്നെ ഇതിൽ കെമിക്കൽ ചേർക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് നടക്കൂല. കാരണം ഇത് ചൂളയിൽ വെക്കുന്ന സാധനമാണ്. ഇത് രാജസ്ഥാനല്ല. രാജസ്ഥാനിലാണ് ആ പരിപാടി ഉള്ളത്. ഇവിടെ ആ പരിപാടി ഇല്ല. ഇവിടെ നമ്മൾ മണ്ണ് കൊണ്ടുവന്നിട്ട് മെഷീൻ ഉണ്ട്. ആ മെഷീനിൽ ഇത് പരച്ചിട്ട മണ്ണാണ്. ഇത് അരച്ചിട്ട മണ്ണാണ്. ഇത് മെഷീൻ ഇതാ ഇതിങ്ങനെ അരച്ചിട്ട് ഇനി അവിടെ പോയിട്ട് ഇത് ഒന്നും കൂടി കൊണ്ടുപോയി മിക്സ് ആക്കിയിട്ട് എന്നിട്ട് വേണം ഇത് ചട്ടി ഉണ്ടാക്കാൻ. ഗ്യാസിൽ വെക്കുന്ന കാരണത്താൽ നമ്മൾ അത് അത്ര ഇതിൽ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചാൽ പൊട്ടിക്കും. കൊറിയറിൻ്റെ കാര്യം ഇതാണ്. എനിക്കതിനെ പറ്റി അറിയില്ല. അപ്പം ഞാൻ അതിന് ശ്രമിക്കുന്നില്ല. അതിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ അവരെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ്. കൊറിയർ ഒരാൾ ഒരു കലം വേണോ, ഒരു കിലോ ചോറ് വെക്കുന്ന ഒരു കലം വേണോ, ഇത് ഇവിടേക്കാണ് വേണ്ടത്, കോട്ടയത്തേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കാർബോർഡിന് പൈസ കൊടുക്കണം. ഇത് പാക്കിങ്ങിന് വൈക്കോല് വേണം, ഇത് ഒട്ടിക്കണം, എന്നിട്ട് അതിൻ്റെ പേര് എഴുതി അത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അത് നടക്കുന്ന കേസല്ല. ആ ഒരു എക്സ്പെൻസ് വയ്ക്കാൻ തയ്യാറുള്ള ആൾക്കാർ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ചെറിയ അടുപ്പ് അല്ലേ? പിന്നെ പഴയ കാലത്തെ കിണ്ടിയാണ്. അത് ഫിനിഷിംഗ് ഇല്ല. അത് അർജന്റാക്കി ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ അത് ഫിനിഷിങ്ങിലാണ് ഉണ്ടാക്കാറ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതിന്റെ പണി അറിയില്ല. അതാണ് മെയിൻ വിഷയം വന്നത്. നമ്മളെ കാലം കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ആരും ഇത് പണിയെടുക്കാൻ ആളില്ല. പഠിച്ചിട്ടൊന്നുമില്ല. ഇതാണ് നമ്മൾ അലുമണി കൊടുക്കുക. എന്നുവെച്ചത് നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം അലുമണി കൊടുക്കേണ്ട ഷേപ്പായി. ഇതും കറി ഉണ്ടാക്കുന്ന പാത്രം, ഇതിനും നമ്മളിങ്ങനെ പിഴി വെച്ചെടുക്കും. ഇത് അടപ്പാണ്. പക്ഷെ ഇതിപ്പോൾ ഉണങ്ങിയിട്ട് ഇതിൻ്റെ അടി നേരാക്കിയിട്ട് വേണം ഇത് വെക്കാൻ. പക്ഷെ ഇതിൻ്റെ അടപ്പ് ഇതിന് പാകമായിരിക്കും അല്ലേ? ഞാൻ അളവെടുത്തിട്ടല്ല ഉണ്ടാക്കിക്കുന്നത്. എനിക്കറിയാതെ